എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്നത്തെ രാമായണ പാരായണത്തിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് മംഗളശ്ലോകത്തോടെ ആരംഭിക്കാം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പാരിജാതം മനുഷ്യപത്മേശ്വരവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ജയ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഇന്ന് നമ്മൾ ഇവിടെ പാരായണം ചെയ്യുന്നത് സുഗ്രീവ കിഷ്കിന്ധാകാണ്ഡത്തിലെ സുഗ്രീവ രാജ്യ അഭിഷേകം മുതൽ സീത അന്വേഷണ ഉദ്യോഗം വരെയുള്ള ഭാഗമാണ്. പാരായണം ചെയ്യുന്നത് ശ്രീമതി ജയലക്ഷ്മി രാമചന്ദ്രൻ, ശ്രീമതി ശോഭന നായർ, ശ്രീമതി ഗീതാചന്ദ്രൻ. 3 പേരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സ്വാഗതം. ഹരി ഓം. നമുക്ക് ആരംഭിക്കാം. ഹരിശ്രീ ഗണപതയേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മ രാമ, ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ഹരേ രാം. സുഗ്രീവ രാജ്യാഭിഷേകം. സുഗ്രീവനോടരുൾ ചെയ്താൻ അനന്തരം അഗ്രജപുത്രനാമംഗതൻ തന്നെയും മുന്നിട്ടു സംസ്കാരമാദി കർമ്മങ്ങളെ പുണ്യാഹ പര്യന്തമാഹന്ത ചെയ്യുക നീ. രാമാജ്ഞയാ തെളിഞ്ഞാശു സുഗ്രീവനും ആമോദപൂർവം ഒരുക്കി തുടങ്ങിനാൻ. സൗമ്യയായുള്ള ഒരു താരയും പുത്രനും ബ്രാഹ്മണരും അമാത്യപ്രധാനന്മാരും പൗരജനങ്ങളുമായി നൃപേന്ദ്രോചിതം ഭേരി മൃദംഗാദി വാദ്യഘോഷത്തോടും ശാസ്ത്രോക്തമാർഗേണ കർമ്മം കഴിച്ചതാ സ്നാത്വാ ജഗാമ രഘുത്തമ സന്നിധൗ. മന്ത്രികളോടും പ്രണമ്യ പാദാംബുജമന്തർമുദാ പറഞ്ഞാൻ കവിപുങ്കവൻ. രാജ്യത്തെ രക്ഷിച്ചുകൊള്ളുക വേണമിനി പൂജ്യനാകും നിന്തിരുവടി സാദരം. ദാസനായുള്ള ഒരടിയൻ നിക്ത ശാസനയും പരിപാലിച്ചു സന്തതം. ദേവദേവേശാതെ പാദപത്പദ്വയം സേവിച്ചു കൊള്ളുവാൻ ലക്ഷ്മണനെ പോലെ. സുഗ്രീവ വാക്കുകൾ ഇത്തരം കേട്ടുടനഗ്രേ ചിരിച്ചരുൾ ചെയ്തു രഘുത്തമൻ. നീ തന്നെ ഞാനിതിനില്ലൊരു സംശയം, പ്രീതനായി പോയാലും ആശു മമാജ്ഞയാ. രാജാധിപത്യം നിനക്കു തന്നേനിനി പൂജ്യനായി ചെന്നഭിഷേകം കഴിക്ക നീ. നൂനമൊരു നഗരം പുകയുമില്ല, ഞാനോ 14 സംവത്സരത്തോളം സൗമിത്രി ചെയ്യും അഭിഷേകമാതരാൽ. സാമർത്ഥ്യമുള്ള കുമാരനെ പിന്നെ നീ യൗവരാജ്യാർത്ഥം അഭിഷേചയ പ്രഭു. സർവമധീനം നിനക്കു രാജ്യം വരും. രാജ്യം സഖേ ബാലിയെ പോലെ പരിപാലനം ചെയ്തു ബാലനെയും പരിപാലിച്ചു കൊള്ളുക നീ. അദൃശികരെ വസിക്കുന്നതുണ്ടു ഞാൻ അദ്യ പ്രകൃതി ചാതുർമാസ്യമാകുലാൽ. പിന്നെ വർഷം കഴിഞ്ഞാൽ അനന്തരം അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യുക നീ.
തന്നൊങ്കിതാനിരിപ്പേണമറിഞ്ഞു അന്ന് എന്നോട് ചൊൽകയും വേണം മമസകെ. അത്ര നാളും പുരത്തിങ്കൽ വസിക്കനീ നിത്യസുഖത്തോടും ധാരാത്മജൈ സമം. രാഘവൻ തന്നോട് അനുജ്ഞയും കൈകൊണ്ടു വേഗേന സൗമിത്രിയോട് സുഗ്രീവനും ചെന്നു പുക്കഭിഷേകവും ചെയ്തു വന്നിതു രാമാന്തികെ സുമിത്രാത്മജൻ. സോദരനോടും പ്രവർഷണാഖ്യേ ഗിരൗ സാദരം ചെന്നു കരേറി രഘുത്തമൻ. ഉന്നതമൂർത്ത ശിഖരം പ്രവേശിച്ചു നിന്നേരം ഒരു ഗഹ്വരം കാണായി. സ്ഫാടിക ദീപ്തി കലർന്നു വിളങ്ങിന ഹാടകദേശം മണിപ്രവരോജ്വലം. വാദവരിഷ ഹിമാതപവാരണം പാദവൃന്ദഫലമൂലസഞ്ചിതം. തത്രൈവ വാസായ രോജായമാസ സൗമിത്രിണാ ശ്രീരാമഭദ്രൻ മനോഹരൻ. സിദ്ധയോഗീന്ദ്രാദി ഭക്തജനം തഥാ മർത്യവേഷം പൂണ്ട നാരായണൻ പിന്നെ പക്ഷി മൃഗാതിരൂപം ധരിച്ച അന്വഹം പക്ഷിധ്വജനെ ഭജിച്ചു തുടങ്ങിനാർ. സ്ഥാവര ജംഗമജാതികളേവരും ദേവനെ കണ്ടു സുഖിച്ചു മരുവിനാർ. രാഘവൻ തത്ര സമാധി വിരതനായ ഏകാന്തദേശേ മരുവുന്തശാന്തരെ. ഏകദാ വന്നിച്ചു സൗമിത്രി സസ്പൃഹം രാഘവനോട് ചോദിച്ചരുളിയിടിനാൻ. കേൾക്കയിൽ ആഗ്രഹം പാരം പ്രിയമാർഗമാഖ്യാഹി മോക്ഷപ്രദം ത്രിലോകീപതേ. വർണ്ണാശ്രിമകൾക്കു മോക്ഷദം പോലതു വർണ്ണിച്ചരുൾ ചെയ്ക വേണം ദയാനിതേ. നാരദ വ്യാസ വിരഞ്ജാദികൾ സദാ നാരായണ പൂജ കൊണ്ടു സാധിക്കുന്നു. നിത്യം പുരുഷാർത്ഥമെന്നു യോഗീന്ദ്രന്മാർ ഭക്ത്യാ പറയുന്നതെന്നു കേൾക്കൊണ്ടു ഞാൻ. ഭക്തനായി ദാസനായുള്ളൊരടിയനു മുക്തിപ്രദം ഉപദേശിച്ചരുളേണം. ലോകൈകനാഥ ഭവാനരുൾ ചെയ്യിലോ ലോകോപകാരമാകയുണ്ടല്ലോ. ലക്ഷ്മണനെ ഉണർത്തിച്ചു നേരത്തു തൽക്ഷണേ ശ്രീരാമദേവനരുൾ ചെയ്തു. ക്രിയാമാർഗോപദേശം. കേൾക്ക നീയെങ്കിൽ പൂജാവിധത്തിനാൽ ഓർക്കൽ അവസാനമില്ലെന്നറിയുക നീ. എങ്കിലും ചൊല്ലുവാനൊട്ടു സംക്ഷേപിച്ചു നിങ്ങളുള്ള ഒരു വാത്സല്യം മുഴുക്കയാൽ തന്നെ ഗൃഹ്യോക്ത മാർഗേണ മന്നിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോട് മന്ത്രം കേട്ടു സാദരം ആചാരപൂർവം ആരാധിക്കമാമിടോ. ഹൃൽ കമലത്തിങ്കൽ ആകിലുമാം പുനരഗ്നി ഭവങ്കാലുമാകിടോ. മുഖ്യ പ്രതിമാദികളിൽ ഒന്നാകിലും മർക്കങ്കലാകിലും പിങ്കലാകിലും സ്തണ്ടിലത്തിങ്കലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമം എത്രയും. വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാദരാൽ മൃല്ലേപനാദി വിധി വഴി കാലേ കുളിക്ക വേണം. ദേഹശുദ്ധയെ മൂലമറിഞ്ഞു സന്ധ്യാവന്ദനാദിയാം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണ ശുദ്ധാർത്ഥമായി ചെയ്യുക സങ്കല്പമാദിയെ. ആചാര്യനായതു ഞാനെന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതിമാസ ശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാർജനം. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറിക നീ. മുഖ്യ പ്രതിമാദികളിൽ അലങ്കാരമൊക്കെ പ്രസാദം എന്ന് എനിക്കറിക നീ. അഗ്നോയജിക്ക് ഹവിസ്സുകൊണ്ടാദരാൽ അർക്കനെ സ്തണ്ടിലത്തിങ്കലാകിലോ മുമ്പിലെ സർവപൂജാ ദ്രവ്യമായ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ. ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം. ഗന്ധപുഷ്പാദ ഭക്ഷ്യഭോജ്യാദികൾ എന്തു പിന്നെ പറയണമോ ഞാനിടോ. വസ്ത്രാജിനാകുശാദ്യങ്ങളാൽ ആസനമുത്തമമായതു കൽപ്പിച്ചു കൊള്ളണം. ദേവസ്യ സന്മുഖേ ശാന്തനായി ചെന്നിരുന്നാവിർമുദാലി വിന്യാസം ചെയ്യുക തത്വന്യാസവും കേശവാദ്യേന ചെയ്യുക മമ മൂർത്തി പഞ്ചരന്യാസവും. പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നെ മുമ്പിൽ വാമേ കലശം വെച്ചു ദക്ഷിണഭാഗേ കുസുമാദികളെല്ലാം അക്ഷത ഭക്തൈവ സംഭരിച്ചിടണം. അർഘ്യപാദ്യ പ്രധാനാർത്ഥമായും അത് പർക്കാർത്ഥമാചമനാർത്ഥം എന്നിങ്ങനെ പാത്രചതുഷ്ടയം വെച്ചുകൊള്ളണം. പേർത്തു മറ്റൊന്നും നിരൂപണം കൂടാതെ മൽക്കലാം ജീവസംജ്ഞാം തടിദുജ്വലാം കമലേ ദൃഢം ധ്യാനിച്ചു കൊള്ളണം. പിന്നെ സ്വദേഹമഖിലം ത്വയാ വ്യാപ്തം എന്നുറയ്ക്കേണം ഇളക്കവും കൂടാതെ. ആവാഹയാൽ പ്രതിമാദിഷു മൽക്കലാം ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം. പാദ്യവും അർഘ്യം തഥാ മധുപാർഘമിത്യാദി പുനഃസ്നാന വസ്ത്രാവിഭൂഷണൈ. എത്രയുണ്ടുള്ളത് ഉപചാരമെന്നാൽ എത്രയും കൊള്ളാം എനിക്കെന്നതേയുള്ളൂ.
ആഗമോക്ത പ്രകാരേണ നീരാജനൈർ ധൂപദീപൈർനിവേദ്യൈർ ബഹുനിസ്തരൈ ശ്രദ്ധയാ നിത്യമായി അർച്ചിച്ചു കൊള്ളുകിൽ ശ്രദ്ധയാ ഞാനും ഭുജിക്കുമറിക നീ. ഹോമമഗസ്ത്യോക്തമാർ മാർഗകുണ്ടനാലേ മൂലമന്ത്രം കൊണ്ടു ചെയ്യാമതിന്നാലേ ഇന്നലെ ഭക്ത്യാ പുരുഷ സൂക്തം കൊണ്ടുമാമെടോ ചിത്തവാരിങ്കൽ നിനക്കു കുമാരനീ. ഔപാസനാഗ്നൗ ചരുണാഹവിഷാദ സോപാദിന ചൈക ഹോമം മഹാമതേ തപ്തജാംബൂനത പ്രഖ്യം മഹാപ്രഭം ദീപ്താവരണ വിഭൂഷിതം കേവലം മാമേവ വന്യമധ്യസ്ഥിതം ധ്യാനിക്ക ഹോമകാലേ ഹൃദി ഭക്ത്യാബുധോത്തമൻ. പരിഷദാനം പരിധാനവും ചെയ്തു ഹോമശേഷത്തെ സമാപയേ മന്ത്രവിൽ ഭക്ത്യാ ജപിച്ചു മാം ധ്യാനിച്ചു മൗനിയായി വക്രവാസം നാഗവല്ലീതലാദിയം ദത്വാമതഗ്രേഹം മഹൽ പ്രീതിപൂർവകം നൃത്തഗീതസ്തുതി പാഠാധിയം ചെയ്തു പാദാംബുജേ നമസ്കാരവും ചെയ്തുടൻ ചേതസി മാമുറപ്പിച്ചു വിനീതനായി മദ്ദത്തമാകും പ്രസാദത്തെയും പുനരുത്തമാകെ നിധായാനന്ദപൂർവകം രക്ഷമാഘോര സംസാരാദിതി മുഹുരുക്ത നമസ്കാരവും ചെയ്ത അനന്തരം ഉദ്ദേശിപ്പിച്ചുടൻ പ്രത്യംഗമഹസിംഗലിത്തം ദിനമനു പൂജിക്ക മത്സഖേ. ഭക്തി സംയുക്തനായുള്ള മർത്യൻ മുതാ നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്കിൽ ദേഹനാശേ മമ സാരഭൂവ്യം വരും ഐഹിക സൗഖ്യങ്ങൾ എന്തു ചൊല്ലണമോ. ഇത്തം മയോക്തം ക്രിയായോഗമുത്തമം ഭക്ത്യാ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യിലോ. നിത്യപൂജാഫലം ഉണ്ടവൻ എന്നതും ഭക്തപ്രിയനരുൾ ചെയ്താനതു നേരം ശേഷാംശജാതനാം ലക്ഷ്മണൻ തന്നോടു ശേഷ്യാമിതമരുൾ ചെയ്തോരനന്തരം മായാമയനായ നാരായണൻ പരൻ മായാമവലംബ്യ ദുഃഖം തുടങ്ങിനാൻ. ഹാ ജനകാത്മജേ സീതേ മനോഹരേ ഹാ ജനമോഹിനി നാഥേ മമ പ്രിയേ. ഏവമാതി പ്രലാപം ചെയ്തു നിദ്രയും ദേവദേവനു വരാതെ ചമഞ്ഞിതു. സൗമിത്രി തന്നോടെ വാക്യാമൃതം കൊണ്ടു സൗമുഖ്യമോടു മരുവും ചില നേരം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഹരി ഓം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹനുമൽ സുഗ്രീവ സംവാദം. ഇങ്ങനെ വാഴുന്ന കാലമൊരു ദിനം അങ്ങു കിഷ്കിന്ധാപുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോടു പറഞ്ഞു ഏകാന്തമാമേ കാര്യം വരുത്തി രഘുത്തമൻ മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ. പിന്നെ നീയോ നിരൂപിച്ചില്ലതേതുമേ എന്നുടെ മാനസേ തോന്നുന്നിതിന്നഹോ. ബാലി മഹാബലവാൻ കവി പുങ്കവൻ ത്രൈലോക്യ സമ്മതൻ ദേവരാജാത്മജൻ നിന്നുടെ മൂലം മരിച്ചു ബലാലവൻ മുന്നമേ കാര്യം വരുത്തി കൊടുത്തിതു. രാജാഭിഷേകവും ചെയ്തു മഹാജന പൂജനായി താരയുമായിരുന്നിടു നീ. എത്ര നാളുണ്ടിരിപ്പു ഇങ്ങനെ എന്നതും ചിത്തത്തിലുണ്ടു തോന്നുന്നു ധരിക്ക നീ. ആദ്യവാ ശോഭ പരേശോധവാ തവ മൃത്യു ഭവിക്കും അതിനില്ല സംശയം. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. പർവ്വതാഗ്രേ നിജ സോദരൻ തന്നോട് ഉർവീശ്വരൻ പരിതാപേന വാഴുന്നു. പിന്നെയും പാർത്തു സമയവും വന്നതു നീയോധിച്ചതില്ലേതുമേ. വാനരഭാവേന മാനിനി സക്തനായി പാനവും ചെയ്തു മതിമറന്നന്വഹം. രാപ്പകലും അറിയാതെ വസിക്കുന്ന കോപ്പുകൾ എത്രയും നന്നിങ്ങനെ അഗ്രജനായ ഉത്തരമായവൻ തന്നോടു ചൊല്ലിനാൻ. സത്യമത്രേ നീ പറഞ്ഞതു നിർണയം. ഇത്തരം ചൊല്ലും അമാത്യനുണ്ടെങ്കിലോ പൃഥ്വീശനാം ആപത്തും എത്തുകയില്ലല്ലോ. സത്വരം എന്നുടെ ആജ്ഞയോടും ഭവാൻ 10 ദിക്കിങ്കലേക്കും അയച്ചിടണം. സപ്തദീപസ്ഥിതന്മാരായ വാനര സത്തന്മാരെ വരുത്തുവാനായി ദ്രുതം നേരെ 10,000 കവിവീരരെ പാരാതയക്ക സന്ദേശപത്രത്തോടും.
പക്ഷത്തിനുള്ളിൽ വരേണം കവികുലം പക്ഷം കഴിഞ്ഞു വരുന്നതെന്നാകിലോ വദ്യനവൻ ഇതിനില്ലൊരു സംശയം സത്യം പറഞ്ഞാൽ ഇളക്കമില്ലേതുമേ. അഞ്ജനാപുത്രനോട് യുദ്ധം നിയോഗിച്ചു മഞ്ജുള മന്ദിരം പൂക്കുരുന്നിടിനാൻ. ഭർത്തൃനിയോഗം പുരസ്കൃത്യ മാരുത പുത്രനും വാനര സത്തമന്മാരെയും 10 ദിക്കിനയച്ചാൻ അഭിമതം ദത്തപൂർവം കവീന്ദ്രന്മാരും അന്നേരം വായു വേഗപ്രചാരേണ കവി കുലനായകന്മാരെ വരുത്തുവാനായി മുത പോയിതു ദാനമാനാദി തൃപ്താത്മന മായാമനുഷ്യ കാര്യാർത്ഥം അതിദ്രുതം. ശ്രീരാമന്റെ വിരഹതാപം. രാമനും പർവ്വത മൂർധനി ദുഃഖിച്ചു ഭാമിനിയോടും പിരിഞ്ഞു വാഴും വിധവും താപേന ലക്ഷ്മണൻ തന്നോട് ചൊല്ലിനാൻ. പാപം അയ്യോ മമ കാൺക കുമാരാ നീ, ജാനകി ദേവി മരിച്ചിതോ കുത്രജിൽ മാനസതാപേന ജീവിച്ചിരിക്കയോ നിശ്ചയിച്ചതും അറിഞ്ഞതുമില്ലല്ലോ. കശ്യൽ പുരുഷൻ എന്നോട് സംപ്രീതനായി ജീവിച്ചിരിക്കുന്നതെന്നു ചൊല്ലിടുകൽ കേവലം എത്രയും ഇഷ്ടനവൻ മമ. എങ്ങാനും ഉണ്ടിരിക്കുന്നതെന്നാകിൽ ഞാൻ ഇങ്ങുവലാൽ കൊണ്ടുപോരുവാൻ നിർണയം. ജാനകി ദേവിയെ കട്ടകള്ളൻ തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവാൻ വംശവും കൂടെ ഒടുക്കുന്നതുണ്ടൊരു സംശയമേതും ഇതിനില്ല നിർണയം. എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാൻ എന്നിനി കാണുന്നു വല്ലഭേ. ചന്ദ്രനാനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനും ആദിത്യനെ പോലെയായിതു. ചന്ദ്ര ശീതാംശുകളാൽ അവളെ ചെന്നു മന്ദമന്ദം തലോടിത്തതാ വന്നു തടവിടുക എന്നെയും സാദരം നിന്നുടെ ഗോത്രജയല്ലോ ജനകജ. സുഗ്രീവനും ദയാഹീനൻ അത്രേ തുലോം ദുഃഖിതനാം എന്നെയും മറന്നാനല്ലോ. നിഷ്കണ്ടകം രാജ്യമാശു ലഭിച്ചവൻ മൈക്കണ്ണിമാരോടു കൂടെ ദിവാനിശം. മദ്യപാനാസക്ത ചിത്തനാം കാമുകൻ വ്യക്തം കൃതജ്ഞൻ അത്രേ സുമിത്രാത്മജ. വന്നു ശരൽക്കാലം എന്നതോ കണ്ടവൻ വന്നീല അല്ലയോ പറഞ്ഞ വണ്ണം സഖേ. അന്വേഷണം ചെയ്തു സീതാദിവാസവും ഇന്നേടമെന്നറിഞ്ഞിടുവാനായവൻ പൂർവോപകാരിയാം എന്നെ മറക്കയാൽ പൂർവനവൻ കൃതജ്ഞന്മാരിൽ നിർണയം. ദുഷ്ടരിൽ മുമ്പുണ്ടു സുഗ്രീവനോർക്ക നീ കിഷ്കന്ധയോടും ബന്ധുക്കളോടും കൂടെ മർക്കട ശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവാൻ അഗ്രജ മാർക്കം ഗമിക്കേണമിന്നിനി. സുഗ്രീവനും അതിനില്ലൊരു സംശയം യുദ്ധമരുൾ ചെയ്ത രാഘവനോട് അതിക്രുദ്ധനായൊരു സൗമിത്രി ചൊല്ലിയിടിനാൻ. വധ്യനായൊരു സുഗ്രീവനെ സത്വരം ഹത്വാ വിടകുൾ അനദ്യതവാന്തികം ആജ്ഞാപയാശുമാം എന്നു പറഞ്ഞിതു പ്രാജ്ഞനായൊരു സുമിത്രാതനയനും ആദായ ചാപതൂണീര ഖഡ്ഗങ്ങളും ക്രോധേന ഗന്ധു അഭ്യുദ്ധതം സോദരം. കണ്ടു രഘുപതി ചൊല്ലിനാൻ പിന്നെയും ഉണ്ടെന്നു നിന്നോട് ഇനിയും പറയുന്നു. അന്ത്യവ്യനല്ല സുഗ്രീവൻ മമ സഖി കിന്തു ഭയപ്പെടുത്തിയിടുക എന്നു വരൂ. ബാലിയെ പോലെ നിനക്കും വിരവോടെ കാലപുരത്തിന് പോകാമറിക നീ. യുദ്ധമവനോട് ചെന്നു ചൊന്നാൽ അതിനുത്തരം ചൊല്ലുന്നതും കേട്ടു നീ. വേഗേന വന്നാൽ അനുരൂപമാം ആകൂതമോർത്തു കർത്തവ്യം. അനന്തരം ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ലക്ഷ്മണന്റെ പുറപ്പാട്. അഗ്രജന്മാജ്ഞയാൽ സൗമിത്രി സത്വരം സുഗ്രീവരാജ്യം പ്രതി നടന്നിടിനാൻ. കിഷ്കിന്ധയോടും ദഹിച്ചു പോമിപ്പോഴേ മർക്കടജാതികൾ എന്നു തോന്നും വണ്ണം. വിജ്ഞാനമൂർത്തി സർവജ്ഞനാനാകുലൻ അജ്ഞാനിയായുള്ള മാനുഷനെ പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ടു വർത്തിച്ചു ദുഷ്കൃത ശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ മുന്നം ദശരഥൻ ചെയ്ത തപോബലം തന്നെ സിദ്ധി വരുത്തിക്കൊടുപ്പാനും പങ്കജ സംഭവനാദികൾക്കുണ്ടായ സങ്കടം തീർത്തു രക്ഷിച്ചു കൊടുപ്പാനും മാനുഷവേഷം ധരിച്ചു പരാപരൻ ആനന്ദമൂർത്തി ജഗന്മയനീശ്വരൻ. നാനാജനങ്ങളും മായയാ മോഹിച്ചു മാനസമജ്ഞാന സംയുതമാകയാൽ മോക്ഷം വരുത്തുന്നതെങ്ങനെ ഞാനെന്നു സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു. സർവജഗന്മയാനാശിനിയാകിയ ദിവ്യകഥയെ പ്രസിദ്ധയാക്കൂ യഥാ. രാമനായി മാനുഷ വ്യാപാരജാതയാം രാമായണാഭിതാമാനന്ദദായിനിം സൽക്കഥാമി പ്രപഞ്ചത്തിലൊക്കവേ
വിഖ്യാതയാക്കുവാൻ ആനന്ദപൂരുഷൻ. ക്രോധവും മോഹവും കാമവും രാഗവും ഖേദാദിയും വ്യവഹാരാർത്ഥ സിദ്ധയെ തത്തൽ ക്രിയാകാല ദേശോചിതം നിജ ചിത്തെ പരിഗ്രഹിച്ചിടിനാനീശ്വരൻ. സ്വത്വാദികളാം ഗുണങ്ങളിൽ താൻ അനുരക്തനെ പോലെ ഭവിക്കുന്നു നിർഗുണൻ. വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മകൻ വിജ്ഞാന ശക്തിമാനവ്യക്തനദ്വയൻ. കാമാദികളാൽ അവിലിപ്തനവ്യയൻ വ്യോമവത് വ്യാപ്തനനന്ദനാമയൻ. ദിവ്യമുനീശ്വരൻ സനകാദികൾ സർവാത്മകനെ ചിലരറിഞ്ഞിടുവാൻ. നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്ക് സമ്യക് പ്രബോധമുണ്ടാമെന്നു ചൊല്ലുന്നു. ഭക്തചിത്താനുസാരേണ സംജായതേ മുക്തിപ്രദൻ മുനി വൃന്ദ നിഷേവിതൻ. കിഷ്കിന്ധയാം നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറുഞാണുലിയിട്ടിതു. മർക്കടന്മാരവനെ കണ്ടു പേടിച്ചു ചക്രു കിലൂകില ശബ്ദം പരാവശാൽ. വപ്രോപരീവാഞ്ഞു കല്ലും മരങ്ങളും വിഭ്രമത്തോടു കയ്യിൽ പിടിച്ചേവരും പേടിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ചു ചാടിത്തുടങ്ങിനാരങ്ങുമിന്നും ദ്രുതം. മർക്കടക്കൂട്ടത്തെയൊക്കെ ഒടുക്കുവാൻ ഉൾക്കാമ്പിലഭ്യുതനായ സൗമിത്രി വില്ലും കുഴിയെ കുലച്ചു വലിച്ചതു. ഭല്ലൂക വൃന്ദവും വല്ലാതെയായതു. ലക്ഷ്മണനാഗതനായതറിഞ്ഞതാ തൽക്ഷണമംഗതനോടി വന്നിടിനാൻ. ശാഖാമൃഗങ്ങളെ ആട്ടിക്കളഞ്ഞു താനേകനായി ചെന്നു നമസ്കരിച്ചിടിനാൻ. പ്രീതനായ ശ്ലേഷവും ചെയ്തവനോടു ജാതമോദം സുമിത്രാത്മജൻ ചൊല്ലിനാൻ. ഗച്ഛ വത്സം ത്വം പിതൃവ്യനെ കണ്ടു ചൊല്ലി ചെയ്ത കാര്യം പിഴയ്ക്കുമെന്ന ശുനി. ഇച്ഛയായുള്ളതു ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാൽ അർത്ഥം വിളംബിതം വരും. ഉഗ്രനാമഗ്രജനോടരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനേക്ഷണാൽ. അഗ്രജ മാർഗം ഗമിക്കണമെന്നുണ്ടോ സുഗ്രീവൻ ഉൾക്കാമ്പിലെങ്കിൽ അതേ വരൂ എന്നരുൾ ചെയ്തതു. ചെന്നു പറകെന്നു ചൊന്നതു കേട്ടൊരു ബാലി തനയനും. തന്നുള്ളിലുണ്ടായ ഭീതിയോടും അവൻ ചെന്നു സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാൻ. കോപേന ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു ഗോപുരദ്വാരി പുറത്തു ഭാഗത്തിന്. കാപേയ ഭാവം കളഞ്ഞു വന്നിക്ക ചെന്നാപത്തതല്ലായിൽ ഉണ്ടായി വരും ദൃഢം. സന്ത്രസ്തനായ സുഗ്രീവനതു കേട്ടു മന്ത്രിപ്രവരനം മാരുതി തന്നോട് ചിന്തിച്ചു ചൊല്ലിനാൻ. അങ്കദനോടുകൂടന്തികെ ചെന്നു വന്നിക്ക സൗമിത്രിയെ സാന്ത്വനം ചെയ്തു കൂട്ടിക്കൊണ്ടു പോരിക ശാന്തനായൊരു സുമിത്രാതനയനെ. മാരുതിയെ പറഞ്ഞേവ മറച്ചതാ താരയോടർക്കാത്മജൻ പറഞ്ഞിടിനാൻ. താരാധിപാനനെ പോകണമാശു നീ. താരെ മനോഹരെ ലക്ഷ്മണൻ തന്നെ ചാരത്തു ചെന്നു കോപത്തെ ശമിപ്പിക്ക. സാരസ്യ സാരവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടിങ്ങു പോന്നെന്നെയും വേഗേന കാട്ടി കലുഷഭാവത്തെയും നീക്കണം. ഇത്തമർക്കാത്മജൻ വാക്കുകൾ കേട്ടവൾ മധ്യകക്ഷ്യാം പ്രവേശിച്ചു നിന്നിടിനാൾ. താരാതനയ്യനും മാരുതിയും കൂടി ശ്രീരാമസോദരൻ തന്നെ വണങ്ങിനാർ. ഭക്ത്യാ കുശല പ്രസന്നങ്ങളും ചെയ്തു സൗമിത്രിയോടജ്ഞനാനന്ദനൻ ചൊല്ലിനാൻ. എന്തു പുറത്തു ഭാഗേ നിന്നരുളുവാൻ അന്തഃപുരത്തിലാമാറെഴുന്നള്ളണം. രാജധാരങ്ങളെയും നഗരാഭയും രാജാവു സുഗ്രീവനെയും കനിവോടു കണ്ടു പറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമെല്ലാം ദ്രുതം. ഇത്തം പറഞ്ഞു കയ്യും പിടിച്ചാശു സൗമിത്രിയോടും മന്ദം നടന്നിതു. യൂഥപന്മാർ മരുവീടും മണിമയ സൗധങ്ങളും പുരിശോഭയും കണ്ടാനന്ദം ഉൾക്കൊണ്ടു മധ്യകക്ഷ്യാം ചെന്നു. മാനിച്ചു നിന്ന നേരത്തു കാണായി വന്നു താരേശ തുല്യമുഖിയായ മാനിനി. താരാ ജഗന്മനോമോഹിനി സുന്ദരി ലക്ഷ്മി സമാനനെ നിൽക്കുന്ന നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായി മന്ദസ്മിതം പൂണ്ട് ചെന്നാളഹോതവ. മന്ദിരമായതിന്നറിഞ്ഞില്ലയോ ഭക്തനായി എത്രയും ഉത്തമനായി തവ ഭൃത്യനായ ഓരോ കവീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവൻ എന്തൊരു ഗതി. ചാപല്യമേറും ഇജാതികൾ കോർക്കണം. മർക്കട വീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖമനുഭവിച്ചിടുന്നു ദീനനായി. ഇക്കാലമാശുഭവൽ കൃപയാ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ വാണാനതും വിപരീതമാക്കിയിടായിക വേണം ദയാനിധേ ഭക്തപരായണ. നാനാദിഗന്ധരം തോറും മരുവുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ 10 സഹസ്രം ദൂതന്മാരെ വിട്ടിതു. 10 ദിക്കെന്നും കവികുല പ്രൗഢരും വന്നു നിറഞ്ഞതു കങ്കിവിടെ പുനരൊന്നിനും ദണ്ഡമിനിയില്ല നിർണയം. നത്തഞ്ചര കുലമൊക്കെ ഒടുക്കുവാൻ ശക്തരത്രേ കപി സത്തമന്മാരെല്ലാം
പുത്ര കളത്രമിത്രാന്വിതനാകിയ ഭൃത്യനാം സുഗ്രീവനെ കണ്ടവനുമായി ശ്രീരാമദേവോപദാംബുജം വന്ദിച്ചു കാര്യവുമാശു സാധിക്കാമറിഞ്ഞാലും താരാവചനമേവം കേട്ടു ലക്ഷ്മണൻ പാരാതെ ചെന്നു സുഗ്രീവനെയും കണ്ടു. സത്രപം വിത്രസ്തനായി സുഗ്രീവനും സത്വരം ഉത്ഥാനവും ചെയ്തു വന്ദിച്ചു. മത്തനായി വികുലിതക്ഷണനാം കവി സത്തമനെ കണ്ടു കോപേന ലക്ഷ്മണൻ മിത്രാത്മജനോട് ചൊല്ലിനാൻ, ഈ രഘുസത്തമൻ തന്നെ മറന്നതെന്തിങ്ങനെ? വൃതാരിപുത്രനെ കൊന്ന ശരമാര്യപുത്രൻ കരസ്ഥിതമെന്നു മറിയുക നീ. അഗ്രജമാർഗം ഗമിക്കയിൽ ആഗ്രഹം സുഗ്രീവനുണ്ടെന്നു നാഥൻ അരുൾ ചെയ്തു. ഇത്തരം സൗമിത്രി ചൊന്നതു കേട്ടതിനുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ, യുദ്ധമരുൾ ചെയ്യുവതിനെന്തു കാരണം? ഭക്തനേറ്റം പുരുഷോത്തമങ്കൽ കവീന സപ്തമന്നോർക്കിൽ സുമിത്രാത്മജനിലും സത്യവും ലംഘിക്കയില്ല. കപീശ്വരൻ രാമകാര്യാർത്ഥം ഉണർന്നിരിക്കുന്നതോ താമസമെന്നിയ വാനര പുങ്കവൻ വിസ്മൃതനായിരുന്നിടുകയല്ലേതും വിസ്മയമാറു കണ്ടീലയോ ഭവാൻ? വേഗേന നാനാദിഗന്ധരത്തിങ്ക നിന്നാഗതന്മാരായ വാനര വീരരെ ശ്രീരാമകാര്യമശേഷണ സാധിക്കുമാമയമെന്നിയ വാനര നായകൻ. മാരുതി ചൊന്നതു കേട്ടു സൗമിത്രിയും ആരൂഢ ലജ്ജനായി നിൽക്കും ദശാന്തരെ സുഗ്രീവനർഘ്യപാദ്യാദ്യേന പൂജ ചെയ്ത ഭാഗ്യ വീണ്ടും വണങ്ങിനാൻ. ശ്രീരാമദാസോഹമാഹന്ത രാഘവ കാരുണ്യലേശേന രക്ഷിതന്നദ്യ ഞാൻ. ലോകത്രയക്ഷണാർത്ഥം മാത്രം കൊണ്ടു രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൻ. സേവാർത്ഥമോർക്കിൽ സഹായ മാത്രം ഞങ്ങളേവരും തന്നിയോഗത്തെ വഹിക്കുന്നു. അർക്കാത്മജന്മൊഴി കേട്ടു സൗമിത്രിയും ഉൾക്കാമ്പഴിഞ്ഞവനോട് ചൊല്ലിയിടിനാൻ, ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതുമൊക്കെ ക്ഷമിക്ക. മഹാഭാഗനല്ലോ നീ, നിങ്ങൾ പ്രണയമധികമുണ്ടാകയാൽ സങ്കടം കൊണ്ടു പറഞ്ഞിതു ഞാനെടോ. വൈകാതെ പോക വനത്തിനു നാമിനി രാഘവൻ താനെ വസിക്കുന്നതുമെടോ. സുഗ്രീവൻ ശ്രീരാമസന്നിധിയിൽ, ഇങ്ങനെ തന്നെ പുറപ്പെടുകെങ്കിൽ നാം ഇങ്ങനെ പാർക്കയില്ലെന്നു സുഗ്രീവനും തേരിൽ കരേറി സുമിത്രാത്മജനുമായി ഭേരി മൃദംഗ ശംഖാദിനാദത്തോടും അഞ്ജനപുത്ര നീരാംഗദൈരലം അഞ്ജസാവാനരസേനയോടും തഥാ ചാമര ശ്വേതാതപത്ര വിജനവാൻ സാമര സൈന്യനാഖണ്ഡലനെ പോലെ രാമൻ തിരുവടിയെ ചെന്നു കാൺമതിനാമോദമോടു നടന്നു കപീവരൻ. ഗഹ്വരദ്വാരി ശിലാതലെ വാഴുന്ന വിഹ്വല മാനസം ചീരാഞ്ജിനാധരം ശ്യാമം ജടാമകുടോജ്വലം മാനവം രാമം വിശാല വിലോല വിലോചനം ശാന്തം മൃദുസ്മിത ചാരുമുഖാംബുജം കാന്താവിരഹ സന്തപ്തം മനോഹരം. കാന്തമൃഗ പക്ഷി സഞ്ജയ സേവിതം ദാന്തം മുതാ കണ്ടു ദൂരാൽ കപീവരൻ തേരിൽ നിന്നാശു താഴത്തിറങ്ങിയിടിനാൻ വീരനായൊരു സൗമിത്രിയോടും തഥാ ശ്രീരാമപാദാരവിന്ദാന്തികെ വീണു പൂരിച്ച ഭക്ത്യാ നമസ്കരിച്ചിടിനാൻ. ശ്രീരാമദേവനും വാനര വീരനെ കാരുണ്യമോടു ഗാഠം ഉണർന്നിടിനാൻ. സൗഖ്യമല്ലി ഭവാനെന്നുര ചെയ്തുടനൈക്യഭാവേന പിടിച്ചിരുത്തിയിടിനാൻ. ആതിഥ്യമായുള്ള പൂജയും ചെയ്തളവാദിത്യപുത്രനും പ്രീതി പൂണ്ടാൻ തുലോം. ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ച തന്നേരം വന്നു നിൽക്കുന്ന കവികുലത്തെ കനിഞ്ഞൊന്നു തൃക്കൺ പാർത്തരുളേണമാതരാൽ തൃക്കാൽക്കൽ വേല ചെയ്തിടുവാൻ തക്കൊരു മർക്കട വീരരി കാണായതൊക്കവേ നാനാകുല ജല സംഭവന്മാരിവർ നാനാന്തരി സരിദ്യൂപ ശൈല നിവാസികൾ പർവ്വത തുല്യ ശരീരികളേവരും മുർവീപതേ കാമരൂപികളെത്രയും ഗർവം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ ദേവാംശ സംഭവന്മാരിവരാകയാൽ ദേവാരികളെ ഒടുക്കും ഇവരിനി കേജിൽ ഗജബലന്മാരിതിലുണ്ടുതാൻ കേജിൽ ദശഗജ ശ്രീരാമദേവനും വാനര വീരനെ കാരുണ്യമോടു ഗാഠം ഉണർന്നിടിനാൻ. സൗഖ്യമല്ലി ഭവാനെന്നുര ചെയ്തുടൻ ഐക്യഭാവേന പിടിച്ചിരുത്തിയിടിനാൻ. ആതിഥ്യമായുള്ള പൂജയും ചെയ്തളവാദിത്യപുത്രനും പ്രീതി പൂണ്ടാൻ തുലോം. ഹരിയോം രാമ 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 പാഹിമാം രാമപാദം ചരണേ മുകുന്ദ രാമ പാഹിമാം രാമ 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 പാഹിമാം
രാമപാദം ചരണേ മുകുന്ദ രാമ പാഹി മാം. ഹരി ഓം. അങ്ങനെ ഇന്നത്തെ 17ാമത്തെ ദിവസത്തെ പാരായണവും നമുക്ക് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാം. ഇവിടെ ഓരോ തത്വങ്ങള് അല്ലെങ്കിൽ ഇത് നിർബന്ധമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നാണ്. അപ്പോ നമുക്ക് ആരെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് സഹായം ചെയ്യാനുള്ള അവസരത്തില് സഹായം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് ഇവിടെ പറഞ്ഞത്, പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നാണ്. അപ്പൊ അത് ഇപ്പോഴും അതിന് പ്രസക്തി ഉണ്ടല്ലോ. കഴിയുന്ന സഹായം ചെയ്യുക, അത് നിർബന്ധമായിട്ടും വേണം. പിന്നെ നമുക്ക് സഹായം ചെയ്ത ഒരാൾക്ക് സഹായം ചെയ്യേണ്ട സന്ദർഭം വന്നാൽ എന്ത് തന്നെ ആയാലും ചെയ്യണം, പൊതുവെ സഹായിക്കണം. അങ്ങനെ പിന്നെ ഇവിടെ കുറച്ച് ദേഷ്യത്തിൽ വന്ന് പറയുന്നുണ്ട്, വൃത്രാരിപുത്രനെ കൊന്ന ശരം ആര്യപുത്രന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞാൽ ബാലിയെ വധിച്ചതാണ്. അപ്പൊ അതുപോലെ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ കയ്യില് അതൊക്കെ ഇപ്പോഴും ഉണ്ട്, അതൊക്കെ എടുത്ത് പ്രയോഗിക്കണോ എന്നൊക്കെ അത്രയ്ക്ക് കുറച്ച് പരുഷമായിട്ട് ലക്ഷ്മണന് ചോദിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ അപ്പോ വേണ്ട സമയത്ത് വേണ്ട പോലെ പറയും വേണം. ദേഷ്യപ്പെട്ട് പറയേണ്ട സമയത്ത് ചിലപ്പോൾ ദേഷ്യപ്പെടേണ്ടതായിട്ട് വരും. സന്ദർഭത്തിനനുസരിച്ച് പ്രവർത്തിക്കണം. എപ്പോഴും നമ്മള് സാത്വിക ഭാവം പറ്റില്ല, ചിലപ്പോ കുറച്ചൊരു രജോ ഗുണം നമുക്ക് കാണിക്കേണ്ടതായിട്ട് വരും. കാരണം പ്രവർത്തിക്കണമെങ്കിൽ കുറച്ച് രജോ ഗുണം വേണം അല്ലോ. അങ്ങനെ വളരെ നല്ല ഭാഗങ്ങളാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ഇനി അടുത്ത ഭാഗം ഇനി വേറൊരു ഘട്ടമാണ്. സീതയെ അന്വേഷിക്കാനായിട്ടുള്ള സീതാന്വേഷണ ഉദ്യോഗമാണ് ഇനി നമുക്ക് അടുത്ത ദിവസം കാണാനുള്ളത്. അപ്പൊ നമുക്കിവിടെ ഈ വായിച്ച ഭാഗം വളരെ സന്തോഷത്തോടെ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. രാമായണത്തിന്റെ കാലിക പ്രസക്തി ഓരോ ദിവസത്തെ വായനയിലും നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് സാധിക്കുന്നുവല്ലോ എന്നുള്ള ഒരു നന്ദി പ്രകടനം ശ്രീരാമചന്ദ്ര സ്വാമിയോട് അങ്ങനെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഇന്നത്തെ പാരായണം ശ്രീരാമചന്ദ്ര സ്വാമിയുടെ പാദങ്ങളിൽ സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം.